വായക്കാല എത്ര സമയമായിട്ട് ആച്ചിന്ന് വായക്കാല. ഹലോ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറ ദർശിക്ക പറയുന്നേ നെച്ചു നാളെ പഠിയുന്നേ നെച്ചു പറ നട്ടു പഠിയില്ല നെച്ചു പറ സ്വാഗതം പറ. കൊറേ ദിവസമായല്ലേ നമ്മ വീഡിയോ എല്ലാം ലോങ് വീഡിയോ എല്ലാം ഇട്ടിട്ട് കൊറേ ദിവസമായി. ഷോർട്സ് എല്ലാം ഇങ്ങനെ ദിവസം ഇടുന്നുണ്ട്. അപ്പൊ നമ്മ ഇന്നൊരു ഈവനിങ് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. അല്ല നെച്ചോ, നമുക്ക് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. കുറച്ച് സ്ഥലത്ത് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിട്ട് അച്ഛനും അമ്മയും വീട്ടിൽ പോയിന്ന്. അപ്പൊ അവരെ നമുക്ക് പോയിട്ട് കൂട്ടിയിട്ട് വരാം. പിന്നെ അതുമല്ല, പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററും ഒരു കസിൻ ബ്രദറും രണ്ടാൾക്ക് 2 ബേബീസ് ആയിട്ടുണ്ടല്ലേ. അപ്പൊ കുഞ്ഞുവാവേനെ കാണാൻ പോണം നെച്ചൂസിനി. അപ്പൊ നമുക്ക് കുഞ്ഞാവേനെ കണ്ടിട്ട് വരാം അല്ലേ. ഒരാളെ വാവേനെ നമ്മൾ കണ്ടിട്ടുണ്ടായിനെ, കുഞ്ഞുണ്ടാകുമ്പോ കണ്ടത്. ഇപ്പൊ ആള് കുറച്ചും കൂടി വലുതായി. നമ്മള് വലുതായ പിന്നെ വാവേനെ കണ്ടിട്ടില്ല അല്ലേ. അപ്പൊ വാവേനെ കാണണം. 2 വാവേനെ കാണണം അല്ലേ. 2 വാവേനെ കണ്ടിട്ട് വരണല്ലേ നമുക്ക് പോയിട്ട്. പറഞ്ഞു കൊടുത്ത എല്ലാരോടും നമ്മള് 2 ബേബീസിനെ കാണാനാ പോകുന്നത് പറ. ഒരു ആണുവാവിയും ഒരു പെണ്ണുവാവിയും അല്ലേ. ഒരു അനിയ വാവിയും ഒരു അനിയത്തി വാവേനെയും കാണാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് മഞ്ഞക്ക്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് വരാം. ആരില്ലേ നമ്മളൊപ്പരം? ദശിക്കുണ്ട്. പിന്നെ ആരല്ലേ? അച്ഛണ്ട്. കുറേ ആൾക്കാർ മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയും എല്ലാം ചോദിക്കുന്നുണ്ട് നിങ്ങളെ സ്ഥലം എവിടെയാണെന്ന്. അപ്പോൾ എൻ്റെ വീട് വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. പക്ഷെ നമ്മളിപ്പോൾ പുതിയ വീടെടുത്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. അതായത് ദിജുവാടിൻ്റെ വീട് വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പം ആ വീടിനോട് ഏകദേശം കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പുതിയ വീടെടുത്തിട്ടില്ലേ. അപ്പം ഞാൻ കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് കാസർഗോഡ് ജില്ലയിലേക്കാണ്. എൻ്റെ കറക്റ്റ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉദിനൂർ തടിയൻകോവൽ എന്നുള്ള സ്ഥലമാണ്. എൻ്റെ സ്ഥലം ചെറിയൊരു നാട്ടുപ്രദേശമാണ്. ഈ കാണുന്നതാണ് ഞാൻ പഠിച്ച സ്കൂള്. ഞാൻ പഠിച്ച UP സ്കൂളെന്ന് പറയാം. 2 സ്കൂളും അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. ആ ഒരു സമയം സ്കൂളെല്ലാം വലിയൊരു ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പം ഈ സ്ഥലമെല്ലാം നല്ലോണം മാറിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ദർശിക്കും പഠിച്ചിട്ടുള്ളത്. സ്കൂളിനെ പറ്റി ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിനി. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് കുഞ്ഞ് പഠിച്ചത് എന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലമൊന്നും ഇത്ര ഡെവലപ്പായിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം നല്ലോണം ഡെവലപ്പായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറേ കടകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത്. എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിലെല്ലാം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം അടുത്തടുത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഹൈസ്കൂളും വരുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സ്കൂൾ കാണാൻ വേണ്ടി പറ്റുന്നല്ലോ. ആദ്യമെല്ലാം സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡിലേക്ക് കൂടി തന്നെ നമുക്ക് നടന്നിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടായിനി. പക്ഷേ ഇപ്പം ശ്മശാനത്തിൻ്റെ കുറേ മരങ്ങളും കാര്യങ്ങളെല്ലാം ആ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞുകൊണ്ട് തന്നെ നമുക്കത് അത്ര അങ്ങോട്ടേക്ക് കാണുന്നുമില്ല. നമുക്ക് ആ മുന്നേ പോയ വഴിയിലേക്കൂടെ നടന്ന് പോകാനും പറ്റുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഉദിനൂർ കഴിഞ്ഞ് തടിയൻകോവിലേക്ക് കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നെച്ചൂസിനെയും കൊണ്ട് തെറാപ്പിക്കും എല്ലാം പോകുന്ന വഴിയാണിത്. ഇപ്പോൾ കുറേ നാളായി ഇതിലെ കൂടി വരാത്തത്. അപ്പോൾ അത് ഭയങ്കര ഒരു മിസ് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ആദ്യം ഒരു ഏച്ചീൻ്റെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എൻ്റെ വീട് എത്തുന്നതിന് മുന്നേ തന്നെയാണ് ഏച്ചീൻ്റെ വീട് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി. നമ്മളിപ്പോൾ വന്നത് വണ്ടിയിലായതുകൊണ്ടാണ് ഉദിനൂർ ചുറ്റി വന്നത്. നമുക്ക് ബസ്സിന് പോകണമെങ്കിൽ റെയിൽ കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു റൂട്ടാണിത്. ഈ ഒരു റോഡ് നേരെ എത്തുന്നത് റെയിലിലേക്കാണ്. എന്നിട്ട് വേണം അത് കടന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. ഏച്ചീൻ്റെ വീട് റെയിലിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് വരുന്നത്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ പോകുന്നതും എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ വീട് വരുന്നത് ഇത്ര അടുത്തല്ല കേട്ടോ.
ഇതിപ്പോൾ നല്ലോണം അടുത്താണുള്ളത്. ആ നേരെ കാണുന്നതാണ് റെയിൽ. നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്ന് ഒരുമിച്ച് സ്കൂളിൽ പോയി എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഡെയിലി മെസ്സേജ് അയച്ച് അങ്ങനെയുള്ള ഒരു 4 ആൾക്കാരാണ് ഉള്ളത്. രജനേച്ചി, ദിജിനേച്ചി, പൂർണ്ണേച്ചി, പിന്നെ ഞാൻ. അതിലൊരാളാണ് കേട്ടോ ഇതാണ് ദിജിനേച്ചി. ബാക്കിയുള്ള ആൾക്കാരെല്ലാം സമയവും സന്ദർഭവും അനുസരിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കുഞ്ഞുവാവേനെ നോക്കിയിട്ടുണ്ട്. നെച്ചൂസ് ഒരു ഭാഗത്തിരിക്കുന്നുണ്ട്. ദർശിക്കിന് പിന്നെ ചെറിയ കുഞ്ഞിനെ കണ്ടുകൊണ്ടില്ലേ ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുക. ആളുടെ കൈയും കുഞ്ഞുവാവേൻ്റെ കൈയെല്ലാം നോക്കി താരതമ്യം ചെയ്യുന്നുണ്ടായിന് അത്ര സമയവും. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നുമുണ്ട്, എൻ്റെ കൈ നോക്കമ്മേ, കുഞ്ഞുവാവേൻ്റെ കൈ നോക്കമ്മേ, നഖം നോക്ക്. അപ്പം രണ്ടാളെയും കൈ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ടായേ. പിന്നെ നെച്ചൂസും മാടിയുടെ എല്ലാം നടക്കുന്നുണ്ട്. നെച്ചൂസും നല്ല ഹാപ്പിയിൽ തന്നെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ചായ കുടിയും എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടാ. കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടാകുമ്പം ഏച്ചീൻ്റെ അമ്മ കുറേ ചെടിയെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ട്. വീട്ടിൽ കൊണ്ടുപോയി നടുകയെന്ന് പറഞ്ഞിട്ടാണ് എനിക്കെല്ലാം പൊട്ടിച്ച് തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയി നടണം. ഇവിടെ നിന്ന് കുറച്ച് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഡയറക്റ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അനിയത്തി ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആടെ വന്ന് ആടെ വർത്താനം പറഞ്ഞ് ആടെ കുറേ സമയം ഇരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കുറേ വീഡിയോ ഒന്നും കിട്ടാനി. കുറേ സമയം അവരോട് വർത്താനം പറഞ്ഞ് തന്നെ ഇരുന്നു. പിന്നെ കുറേ സമയം വാവേനെ എടുത്തുകൊണ്ടും വാവ നല്ല ഉറക്കമാണ് കേട്ടുണ്ടായിനി. അപ്പോൾ ഇതാ നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എവിടെ പോയിട്ടും ഇങ്ങോട്ടേക്ക് കയറുമ്പം എന്തോ ഒരു ആശ്വാസമാണ് കേട്ടോ, എന്തോ ഒരു സന്തോഷം. നമ്മളെ കാത്തിട്ടിതാ ഒരാൾ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തിയും അനിയത്തീൻ്റെ കുഞ്ഞി റിഹാൻ എന്നാണ് ബേബീൻ്റെ പേര്. ലാസ്റ്റ് നമ്മളെ ദക്ഷിണേൻ്റെ ഹൗസ് വാമിങ്ങിനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ പിന്നെ വീഡിയോ കോൾ വിളിച്ച് കാണുന്നതല്ലാണ്ട് ആൾ നെച്ചൂസിനെ നേരിട്ട് ഇങ്ങനെ വന്ന് കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തിയും ഭാവിയും കൂടി നേരത്തെ വന്ന് ഇവിടെ നിന്നു. അപ്പോൾ അവർ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മളെത്താനാണ് ലേറ്റായിപ്പോയത്. പിന്നെ നെച്ചൂസ് അമ്മമ്മേനെ കണ്ടുകൊണ്ട് 2 ദിവസമായില്ല അമ്മമ്മേനെ കാണാത്തേ. അതിൻ്റെ സന്തോഷം വേറെ. പിന്നെ അച്ചാച്ചനെ പിന്നെ പറയുകയേ വേണ്ട. അച്ചാച്ചൻ വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആൾ തുള്ളും. കാരണമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മുന്നേ, അച്ചാച്ചനെ എപ്പോഴും മുട്ടായിയും എല്ലാം എടുത്തിട്ടേ വരുള്ളൂ. ഈ ഹാനുവിന് പിന്നെ ദർശിയായിട്ട് മതി. പക്ഷെ ഇന്നെന്തോ ആൾ പോകുന്നില്ല കേട്ടോ. പോകുന്നില്ല എന്ന് വെച്ചാൽ ആൾക്ക് ദിജുവേട്ടനെയാണ് ആകെ കൂടി പേടിയുള്ളത്. അപ്പോൾ ദിജുവേട്ടനെ കണ്ടുകൊണ്ട് തന്നെ ആൾ താഴെ ഇറങ്ങുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു നടത്തവും കളിയല്ലായിരിക്കുമേ. ഇന്നിപ്പോൾ ദിജുവേട്ടന് ഉള്ളിൽ കയറി. അതുകൊണ്ട് തന്നെ ആൾ നിലത്തെങ്ങനെ ഇറങ്ങുന്നേ ഇല്ല. ദർശി വിളിച്ചിട്ടും ഇറങ്ങുന്നില്ല. അല്ലെങ്കിൽ ദർശി വിളിച്ചാൽ ഓൻ്റെ കൂടെ കളിക്കുന്നതാണ്. ഇന്ന് ആൾക്കൊന്നും വേണ്ട. അതുവരെ നമ്മൾ വരുന്ന സമയം വരെ ആൾ ഫുഡ് കഴിച്ചുകൊണ്ടുണ്ടായതാണ്. എന്തോ നുറുക്ക കാര്യം എന്തോ തിന്നുകൊണ്ടുണ്ടായതാണ്. പക്ഷേ ഇപ്പം നിജോടനെ കണ്ടതുകൊണ്ട് ആൾക്ക് അതും വേണ്ട. ദർശി പിന്നെ ഏടെ എത്തിക്കഴിഞ്ഞാലും ആൾ വെറുതെ ഇരിക്കൂല. ആളെ കൈയും കാലും എപ്പോഴും ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ബോൾ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. റിഹാനുവിന് പോകണം എന്നെല്ലാം ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ദിജുവേട്ടനെ കണ്ടതുകൊണ്ട് ആൾ നിലത്തിറങ്ങുന്നില്ല. പിന്നെ നെച്ചൂസിന് റിഹാനുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ആളെപ്പോഴും വീഡിയോ കോളിൽ വരും. അതുകൊണ്ട് തന്നെ നെച്ചൂസ് റിഹാനു എന്ന് പറയുമ്പോൾ തുള്ളിക്കൊണ്ടിരിക്കും. പിന്നെ അവരെ ഉമ്മ കൊടുക്കലും കെട്ടിപ്പിടുത്തവും എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. റിഹാനു അതിൻ്റെ ഇടയ്ക്ക് കുറേ എന്തെല്ലോ പറയുന്നെല്ലാം ഉണ്ട്. ആൾ നന്നായിട്ട് വർത്താനം പറയാനൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ കൂട്ടി പറയുകയൊന്നും ചെയ്യില്ല. എന്നാലും കുറച്ചായിട്ട് ആളെ ഭാഷയിൽ എന്തെല്ലോ പറയുന്നുണ്ട്. കേൾക്കാൻ നല്ല രസമാണേ. റിഹാനുവിനോടും ഞാൻ വാവേനെ കണ്ടിട്ട് വരാം, വാ പോയിട്ട് വരാമെന്നെല്ലാം പറഞ്ഞുകൊണ്ടുണ്ട്. പക്ഷെ ആൾ ഇറങ്ങുന്നില്ല. കാരണം ദിജുവേട്ടനുള്ളതുകൊണ്ട് ആൾ നിലത്തിറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത ബേബീനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. വാവ ഉറങ്ങുന്നതായിരിക്കുമോ എന്ന് സംശയമുണ്ട്. എന്നാലും നമുക്ക് പോയി നോക്കിയിട്ട് വരാം. കുറേ നാളായി കുഞ്ഞിനെ കാണാത്ത. ജനിച്ച ആ ഒരു സമയമായിട്ടാണ് നമ്മൾ പോയി ലാസ്റ്റ് കണ്ടത്. അതിൽ പിന്നെ പോയിട്ടില്ല കേട്ടോ. പിന്നെ നെച്ചൂസിന് പനിയും ചുമയെല്ലാം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പറ്റൂലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പോകലില്ല. ഇവിടുന്ന് തൊട്ട് മുന്നിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. നമുക്ക് അവിടെ പുതിയ വീട്ടിലെ ചുറ്റും ആൾക്കാരും ഒന്നുമില്ലേ. അയൽക്കാരെന്ന് പറയണമെങ്കിൽ കുറച്ച് അങ്ങോട്ടേക്ക് പോകണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. എല്ലാം തൊട്ടാണ് വീട് വരുന്നത്. എല്ലാം മുട്ടിയിട്ട് തന്നെയെന്ന് പറയാം.
പിന്നീട് അപ്പുറത്തിപ്പുറത്തെല്ലാമായിട്ട് പുതിയ പുതിയ വീടുകളും വരുന്നുണ്ട്. അപ്പം മൊത്തം ചുറ്റുപാടും വീടും ആൾക്കാരും ബഹളവും എല്ലാമാണ്. പക്ഷെ നമുക്ക് ആടെ ഈ പറഞ്ഞ പോലെ ബഹളവും ഇല്ല, ആളും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പം നമ്മൾ ഏട്ടൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എവിടെ പോയാലും ഫസ്റ്റ് ചായ കുടിയാന്നല്ലോ. അപ്പോൾ ഏട്ടൻ തന്നെ ചായ എല്ലാം ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാവ. വാവക്ക് പേരെല്ലാം വിളിച്ചിട്ടുണ്ട്. വാവേൻ്റെ പേര് അവന്തിക. അപ്പോൾ ഇതാണ് വാവേൻ്റെ ഏട്ടൻ. ഇത് ദർശീൻ്റെ കമ്പനിയാണ്. ഞാൻ മുന്നേത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ദേവൂട്ടൻ്റെ എല്ലാം വീഡിയോ. അപ്പോൾ ദർശി ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ദേവൂട്ടൻ ഇവിടെ ഉണ്ടായിട്ടില്ല. ദേവൂട്ടൻ ഓണപ്പരിപാടി ആയതുകൊണ്ട് ഡാൻസിന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് പോയിട്ടാണ്ടായേ. അപ്പോൾ ദർശി തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ദേവൂട്ടൻ വന്ന പോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇതാണ് വാവേൻ്റെ അച്ഛനും അമ്മയും, സുഹിത്തേട്ടനും തുഷാരേച്ചിയും. അപ്പോൾ പിന്നെ നമ്മളവിടെ കുറേ സമയം വർത്താനം പറഞ്ഞിരുന്ന്. നമ്മൾ പോകുന്ന സമയത്ത് നല്ല ലൈറ്റും പ്രകാശങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഇരുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം വീട്ടിൽ കയറിയാൽ നല്ല ചീത്ത പറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇവിടുന്ന് എന്തെല്ലോ സാധനങ്ങൾ അങ്ങോട്ടേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട്. എൻ്റെ കുറേ ഡ്രസ്സ്, കുഞ്ഞിൻ്റെ കുറേ ഡ്രസ്സ് എല്ലാം കൂടി പാക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോയി തിരിച്ച് വരുന്ന പോലെ തന്നെ കുറേ തേങ്ങയും മാങ്ങയും ചക്കയും പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും എനിക്ക് അങ്ങോട്ടേക്ക് എടുക്കാനും ഉണ്ട്. അമ്മയെല്ലാം ഇവിടെ പാഴ്സലാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും വണ്ടിയിൽ കയറ്റണം. അപ്പോൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി അമ്മേനെ അച്ഛനെല്ലാം കൂട്ടി നമ്മൾ തിരിച്ച് ദക്ഷിണയിലെത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത പണി നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബായ്.